22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Valanjeri, Pattambi, Kutanad, Koppam and Kecheri. വിളയൂർ പഞ്ചായത്തിൽ കുപ്പൂത്ത് പടത്തിലാൽ റോഡിന്റെ നവീകരണം അശാസ്ത്രീയമാണെന്ന പരാതിയുമായി ജനപ്രതിനിധികൾ രംഗത്ത്. നിർമ്മാണ പ്രവർത്തികൾ പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. വിളയൂർ പഞ്ചായത്തിലെ പടത്തിലാൽ കുപ്പൂത്ത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരിക്കുന്നത്. 1,25,00,000 രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുന്നത്. നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയ വേളയിലാണ് ജനപ്രതിനിധികൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഡ്രെയിനേജുകളും കൾവെട്ടുകളും ഉൾപ്പെടുത്താതെയുള്ള നിർമ്മാണ പ്രവർത്തികളാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിൽ നിന്നുമുള്ള വെള്ളം ഒഴുകിവരുന്ന സബ് കനാലുകളും നിലപതികളും പൂർണ്ണമായും റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇല്ലാതാകും. ഇത് 2 വിധത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നും ജനപ്രതിനിധികൾ സൂചിപ്പിച്ചു. ഈ റോഡ് ഒരു കിലോമീറ്ററോളം ദൂരമാണ് പണിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ബജറ്റ് വിഹിതമായി 1.25 കോടി രൂപ ഇതിന് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ ഈ റോഡുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ ഒരു BMNBC റോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ റോഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം ഒരു സാധാരണ രീതിക്കുള്ള ടാറിംഗ് ആണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 2 സൈഡുകളിൽ ഈ ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. റോഡ് അല്പം ഉയർത്തി അത് BMNBC ചെയ്തു പോകുന്നു എന്ന നിലക്കാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവിടെ തുടിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സബ് കനാലുകൾ കടന്നു പോകുന്ന വഴികൾ ഈ റോഡിൽ നേരത്തെ ഉണ്ട്. അപ്പൊ അത് നിലമ്പതികൾ ഉണ്ടാക്കിയിട്ടാണ് നേരത്തെ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ആ നിലമ്പതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അവിടങ്ങളിൽ റോഡ് ഉയർത്തുകയും ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ റോഡ് ഉയർത്തുന്ന ഭാഗത്ത് വെള്ളം കടന്നു പോകാനുള്ള കനാലോ അല്ലെങ്കിൽ കൾവട്ടോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഈ കനാലിലെ വെള്ളമോ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ മഴവെള്ളമോ വന്നിട്ട് റോഡ് തട്ടി നിൽക്കുന്ന, പ്രത്യേകിച്ച് കുത്തിയൊരിച്ച് വരുന്ന വെള്ളം റോഡ് കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കനാൽ വെള്ളം റോഡിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ വേനലിൽ 100-ൽ-പരം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകും. വർഷക്കാലത്ത് കനാൽ വെള്ളവും മഴവെള്ളവും ഒരുമിച്ചെത്തി റോഡ് തകർക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകും. വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ല. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടത്തിയെന്നും BMNBC വർക്കുകൾ ചെയ്ത് മുൻപരിചയമില്ലാത്ത കരാറുകാരെയാണ് ഇതിനായി നിയോഗിച്ചതുമെന്നാണ് ആക്ഷേപം. ഇതിന്റെ ഈ പടിഞ്ഞാറ് പ്രദേശത്ത് വരുന്ന 100-ൽ-പരം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടെയുള്ള ആളുകൾ കൂടുതലും വേനൽക്കാലങ്ങളിൽ ഈ കനാലിനെ ആശ്രയിച്ച് കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ കുടിവെള്ളം പോലും മുടങ്ങിപ്പോകുന്ന സാഹചര്യവും ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ മഴവെള്ളം ഒലിച്ചു വരുമ്പോൾ അത് പോകാൻ വഴിയില്ലാതെ പൂർണ്ണമായും ഈ കനാലുകൾ, ഇതിന്റെ ഡ്രെയിനേജുകൾ പൂർണ്ണമായും അടഞ്ഞ് മണ്ണിട്ടിട്ടാണുള്ളത്. അപ്പൊ ആ വെള്ളം പോകാനുള്ള സംവിധാനവും ഇല്ലാത്ത രൂപത്തിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ റോഡ് കടന്നു പോകുന്ന പരിസര പ്രദേശങ്ങളിലുള്ള വീട്ടുകാർക്കും വലിയ തരത്തിലുള്ള പരാതികളുണ്ട്. ഈ പരാതി ബന്ധപ്പെട്ട എയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഞങ്ങൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുൻപരിചയം ഒന്നുമില്ലാത്ത കരാറുകാരനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പുനഃപരിശോധന വേണമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM മുസ്തഫ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ, ഗ്രാമപഞ്ചായത്ത് അംഗം TP റാഫി, SP റിയാസ്, T നാസർ എന്നിവർ ആവശ്യപ്പെട്ടു. ഇവരുടെ നേതൃത്വത്തിൽ റോഡ് സന്ദർശിക്കുകയും ചെയ്തു.